ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഏത് അടുത്തൊരു ക്യാമ്പിങ്ങിന് പോവാണ്. ഞാൻ ഉറങ്ങിക്കിടന്ന് എന്നെ ഇപ്പം വിളിച്ച് വരുത്തതാ ടെൻറ്റ് മാറ്റാൻ. അപ്പം അവന്മാര് നേരത്തെ പോവുകയാണ്, നമ്മൾ കുറച്ച് കഴിയും. ആസ് യൂഷ്വൽ നമുക്ക് ടെൻറ്റുണ്ട്, പോപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ. ഇവൻ ഇപ്പോഴേ പോവുകയാണ്. നമ്മളെ വണ്ടിക്കകത്ത് വുഡ്സ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് അലക്സിന് ജോലി ഉണ്ടായതുകൊണ്ട് 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെടും. അപ്പം ചേട്ടനെ അവിടെ വെച്ച് കാണാം. ബൈ ബൈ. എനിക്ക് അമ്മൂസ് ഒരു ഗിഫ്റ്റ് തന്ന്. അപ്പോൾ അതെന്താണെന്ന് അവളോട് തന്നെ ചോദിക്കാം. വാട്ട് ഈസ് ദിസ്? ക്യാമ്പ് വാൻ ആണോ? ഓക്കെ, എനിക്കാണോ? ഓക്കെ, താങ്ക് യു. ഹലോ ഗായ്സ്, അപ്പം നമ്മളുടെ അടുത്ത ക്യാമ്പിനായിട്ട് എണ്ണ അടിക്കാൻ പോവുകയാണ്. അപ്പം പെട്രോൾ പമ്പിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണ അടിച്ച് തുടങ്ങി. ആസ് യൂഷ്വൽ കയറട്ടെ. നമ്മൾ പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഞാനും അലക്സും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എത്തി. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. ഗൈസ്, ഇന്നലെ ഞാൻ വണ്ടിയുടെ വീലൊക്കെ ഒന്ന് റീടോക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ലോക്ക് നട്ട് ഇവിടെ നമ്മളെ ഫോർഡിൻ്റെ ഈ സർവീസ് സെൻറ്ററിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ നമ്മളുടെ അവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്, അമലെന്ന് പറഞ്ഞാൽ. അപ്പോൾ പുള്ളി ഇപ്പോൾ അത് എടുത്ത് തരും എനിക്ക്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മളെ ചിക്കനൊക്കെ ഇന്നലെ രാത്രിയെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലതായിരിക്കും. നമ്മളൊരു 7.5 കിലോ ചിക്കനോളം മേടിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുള്ള ഐസ്, പിന്നെ സാധനം എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കാനഡ വന്നിട്ടുള്ള 2ാമത്തെ ക്യാമ്പിംഗ് ആണ്. നല്ല മനോഹരമായ വഴിയാണ്. ഏകദേശം വൈകുന്നേരം ആവാറായി. നല്ല പാടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിച്ചപ്പം നാട്ടിലൊരു ഫീലാണ്. ഇതാ നോക്കേ, നിങ്ങൾക്ക് ആ ഒരു രീതിയൊക്കെ പോലെയല്ലേ നാട്ടിലൊക്കെ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മളാ ഒരു നാടിൻ്റെ ഒരു വൈബൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അലക്സാണ്. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ക്യാമ്പ് സ്പോട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലാക്കോംബ് എന്നാണ്. നമ്മളെ റെഡ് ഡിയറൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊരു 1/2 മണിക്കൂറോളമൊക്കെ വരത്തുള്ളൂ. കാൽഗറിയിൽ നിന്നാണെങ്കിൽ ഓഫ് കോഴ്സ് എഡ്മണ്ടം പോകുന്ന വഴിക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. വളരെ എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മൾ ഉടനെ തന്നെ ക്യാമ്പ് സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മളെ ക്യാമ്പ് സ്പോട്ടിലെത്തി. അവിടെ ടെൻറ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് വന്നത്. നമ്മുടെ വണ്ടിയുണ്ട്, അവിടെ ജെറിൻ്റെ വണ്ടിയുണ്ട്, ഇവിടെ മസ്തയുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കുക്കിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും കിട്ടിയത് ഒരു ബീച്ച് സൈഡാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കടലല്ല, ഒരു ലേക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ബീച്ച് സൈഡെന്നാണ് പറയുന്നത്. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇരുട്ടുന്നുണ്ട്, ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. കാണുന്നത് ബീച്ചാണ്. സൂര്യാസ്തമിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ക്യാമ്പ് സ്പോട്ട്, ക്യാമ്പിലോട്ട് പോകുന്ന വഴി. അവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ളത്. ഇത് ഒരു ബയോ ടോയ്ലറ്റും അല്ലാത്തൊരു വാഷ്റൂം കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പം ഞങ്ങൾ ബോയ്സ് കൂടുതലുണ്ടായതുകൊണ്ട് ഞങ്ങൾ ബോയ്സ് എല്ലാവരും കൂടി ടെൻറ്റിൽ വിശാലമായിട്ട് കിടക്കും. ബാക്കി 3 ഗേൾസ് 3 കാറിനകത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഹായ് ചേച്ചി. ഹേയ് ഹായ് 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 ഹായ്. അപ്പം എന്താ ഇവിടെ ജെറിനൊക്കെ പണിയേടാ ഇരുന്ന് അവിടെ പണി തുടങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്രിസ്റ്റി, ഇക്സാന്, അലക്സും കൂടി ടെൻറ്റിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്സാന ഏത് വൈബ്? ഏത് വൈബ്? സജു വൈബ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമ്പിൻ്റെ ബാക്ക് സൈഡെന്ന് പറയുന്നത്.
ഇറങ്ങി ഇങ്ങോട്ട് വരുന്നതേ ബീച്ച് സൈഡാണ്. അവിടെയൊക്കെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മൾ നേരത്തെ ക്യാമ്പ് ചെയ്തതിനെ കുറേയും കൂടി ക്രൗഡഡ് ആണ് ഇവിടെ. അലക്സേ, ഏത് മൂഡ്? ഏത് മൂഡ്? ട്രിപ്പ് മൂഡ്, അംബാനി മൂഡ്. നാളെ അപ്ലോഡ് ചെയ്യല്ലേ? അവിടെ നമ്മളാ ഫയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെയിൻ കോട്ട് ഇടാനുള്ള പുറപ്പാടിലാണ്. Hi Sri. Hi. So what reminds you when you see this campfire? It takes me back to my first camp. First camp? Standard. In 7th standard? Yes. Yeah, that's nice. What about you guys? Home. Home? Okay. What about you, Annamma? First time? It's like your first time. Your first time experience? How about Okay. you? What do you feel? ഓക്കെ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യാമ്പ് ഫയർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ടൂറിന് പോകുമ്പോഴെല്ലാം ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്ക് ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതലും മെമ്മറി തന്നത് കോളേജിൽ പഠിച്ചപ്പം NSSന്റെ ക്യാമ്പ് ഫയർ ആയിരുന്നു. നിനക്ക് എന്താണ്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, കോളേജ് ക്യാമ്പ് ഫയർ ഒന്നുമില്ല. ഫ്രണ്ട്സ് ആയിട്ട് ഓക്കെ ഖത്തറിലെ ക്യാമ്പ് ഫയർ ഒക്കെ അടിക്കും. ബാർബിക്യൂ ക്യാമ്പ് ഫയർ, ട്യൂണിങ്, ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പം അടുത്ത നമ്മൾ ഇതൊന്ന് തീയൊക്കെ ഒന്ന് കത്തി അണഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. അപ്പം കാണാം. അപ്പം നമ്മളുടെ തീയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. നമ്മൾ ഇനി അടുത്ത ചിക്കൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ്. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ ആയി നല്ല സെറ്റായിട്ടുണ്ട്. 7.5 കിലോ ചിക്കൻ ഉണ്ട്. 7.5 kg. അത്യാവശ്യം നല്ല മസാലയുണ്ട്. ഞാനിപ്പോൾ ഇത് ഗ്രില്ലിൻ്റെ മണ്ടയിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഉടനെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബോംബശാല കണ്ണൂർ. കണ്ണൂർ ജെറിൻ. ഓക്കെ, നീ എവിടെ നിന്നാണ്? ഞാൻ അങ്കമാലി പാലത്തിന്റെ അടിയിൽ നോക്കിയത്. ഇത് ചാലക്കുടി വെള്ളികുളങ്ങര. അപ്പൊ നമ്മള് ടോഫു എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് പനീറിന്റെ കൂട്ടം. ബിക്കോസ് ദിസ് ലേഡി ഈസ് വെജിറ്റേറിയൻ. യാ, ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിതാ ചിക്കൻ ഇങ്ങനെ വെച്ച് തുടങ്ങി. ആരാ വെച്ചത്? ക്രിസ്റ്റി. Bye, chef. ഇവന്റെ കയ്യില് അപ്പം ഗായ്സ്, നമ്മൾ അലക്സാണ് വീശുന്നതിന്റെ ആശാൻ. വീശറി. ആ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരുന്നത്. ഇതൊന്ന് വെന്ത് കിട്ടാനാണ് ഞാൻ കട്ട വെയിറ്റിങ്. സാനേ അല്ലേ? അതല്ലേ? അല്ല ഗായ്സ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുകിൽ ഇതാ നല്ല മൊരിഞ്ഞ ചിക്കനും മയണൈസും കുബൂസും. അലക്സ എങ്ങനെയുണ്ടാ? സാനേ എങ്ങനെയുണ്ട്? തെറ്റല്ലേ ശ്രീ? ഹൗസ് ഇറ്റ്? ഗുഡ്. ഓൾ ഗുഡ്. അന്നമ്മ ഹൗസ് ഇറ്റ്? ഓൾ ഗുഡ്. ചേച്ചി എങ്ങനെയുണ്ട്? ഓൾ ഗുഡ്. ഓൾ ഗുഡ്. ഓൾ ഗുഡ്. ആർക്കാടാ? സജുവിന് പർവിന്ദറിനെ ഇഷ്ടമാണെന്ന്. സജുവും പർവിന്ദറും പ്രേമത്തില്. പർവിന്ദറിനെ കാണിച്ചു തരാം. പർവിന്ദർ പ്ലേറ്റ് ആയിട്ടിരിക്കുക. കണ്ണാടി വെച്ച പർവിന്ദർ. ഇത് ജിംറാൻ കോർ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ ഇവിടെ ഇതാണ് ഒരു കായലാണ് സ്ഥലമാണ്. അവിടെ ചേട്ടനിവിടെ നിന്ന് ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. അല്ല ഗായ്സ്, അപ്പൊ ഞങ്ങളിതാ ഞങ്ങളെ ഫയറൊക്കെ അണച്ച് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. അലക്സ കോഴിയുടെ കാല കഴുത്തും കൂടി കഴിഞ്ഞ വൈൻഡപ്പ് ആണ്. നമ്മള് ബെഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ രണ്ടുപേരും കഥകളി കളിക്കുന്നുണ്ട്. അപ്പം ഇക്സാനെ, ആ നാളത്തെ ചലഞ്ച് എന്തുവാണെന്ന് പറഞ്ഞോടാ. നാളെ രാവിലെ ആദ്യം ആരാണ് എഴുതിയേക്കുന്നത് അവൻ മണ്ടൻ. അപ്പൊ ആദ്യം ആരാ എഴുതിയേക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതുമല്ല, നമ്മളെ യൂട്യൂബിൽ 69 സബ്സ്ക്രൈബേഴ്സ് ആയി.
നാളെ രാവിലെ എത്ര പേര് ആവുമെന്നും കൂടി നോക്കാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ ടെന്റിനകത്താണ്. അപ്പം നാളെ രാവിലെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. പറടാ. ശുഭരാത്രി. ഇവിടെ നോക്കറാടാ, ഇവിടെ നോക്കി പറടാ. ശുഭരാത്രി. ഗുഡ് നൈറ്റ് പറ ഇക്സാനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.